പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ സബ്മേഴ്സിബിൾ മോട്ടറിൻ്റെ കൺട്രോൾ പാനലിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല പാനലിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതാണ് ഓൺ വരുന്നത്. അതേപോലെ തന്നെ ഓഫ് സ്വിച്ച് നമുക്ക് പറ്റത്തന്നെ വരും. കൺട്രോൾ വയറിങ്ങും ഡീറ്റെയിൽസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. താഴെയായിട്ട് നമ്മുടെ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇൻഡിക്കേഷൻസ്, അതായത് ടാങ്ക് ലെവൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷൻ കാര്യങ്ങളുമാണ് ഇതിൽ വരുന്നത്. അടുത്തായിട്ട് ഓട്ടോ മാനുവൽ സ്വിച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കൺട്രോളിൻ്റെ കോണ്ടാക്ടർ ഡീറ്റെയിൽസാണ് വരിക. ഇതേപോലെയാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓരോ കോണ്ടാക്ടറും നമ്മൾ കൃത്യമായിട്ട് തന്നെ OLRലൂടെ തന്നെയാണ് പമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ സ്വിച്ചാണ്. ഈ സ്വിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോ മാനുവൽ ഫംഗ്ഷൻ ഉള്ളതാണ്. നമുക്കിത് ഓട്ടോ മോഡിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആകും നിശ്ചയ സമയത്തിനുള്ളിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാനുവൽ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാനുവലായിട്ട് റീസെറ്റിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീണ്ടും പമ്പ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ LED ലൈറ്റ്സിൻ്റെ ഇൻഡിക്കേഷൻ വരുമ്പോൾ ഫേസ് താഴെയും ന്യൂട്രലിൽ മേളിലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ന്യൂട്രലിൽ കോമൺ ആയിട്ട് ലൂപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ LED ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൺട്രോൾ വയറിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കാണുക. അതേപോലെ തന്നെ ഓട്ടോ മാനുവൽ സ്വിച്ച്, നമുക്ക് റോട്ടറി സ്വിച്ച് വഴിയിട്ട് ഓട്ടോ മാനുവൽ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാ മോട്ടറുകളുടെയും കൺട്രോൾ നമ്മൾ കൃത്യമായിട്ടും 3 പോൾ MCB വഴിയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ OLR ട്രിപ്പ് ആയില്ലെങ്കിലും ട്രിപ്പ് ആകണം. മെയിനായിട്ട് ഒരു ഐസൊലേറ്റർ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം ലോജിക് കൺട്രോൾ അല്ലെങ്കിൽ PSC സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിലും നമുക്ക് അവിടുത്തെ കമ്പ്യൂട്ടറിൽ അറിയാനായിട്ട് സാധിക്കും. ഈ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ CT ആണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആംബിയർ റേറ്റിംഗ് നമുക്ക് അറിയുന്നതിനാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത DOL സ്റ്റാർട്ടറിൻ്റെ കൺട്രോൾ വയറിംഗ് വീഡിയോയിൽ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചിരുന്നു, അവസാനം പാനൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താണ് കാണിക്കാൻ ഞാൻ. അതുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. കൺട്രോൾ വയറിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അതിൽ പോയി കാണാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.